ഇന്ന് അതിരാവിലെ തന്നെ കുറച്ച് നോട്ടിഫിക്കേഷൻസ് വരികയും അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നത് 27-ാം തീയതി വരും എന്ന് പറഞ്ഞ മെഡിക്കൽ ഫേസ് 1 അലോട്ട്മെൻറ്റ് കീം 2024ൻ്റെ ഭാഗമായിട്ട് ഉള്ള പ്രൊവിഷണൽ ലിസ്റ്റ് ഇന്ന് വെളുപ്പിനെ അവൈലബിൾ ആയിട്ട് CEEയുടെ വെബ്സൈറ്റിൽ കണ്ടു. നമുക്ക് പെട്ടെന്ന് അതിലെ നമ്പറുകളിലൂടെ പോകാം. എത്ര കുട്ടികളാണ് ഫേസ് 2വിലെ എൻജിനീയറിംഗ് സീറ്റ്സ് ഹോൾഡ് ചെയ്ത് വെക്കുകയും അവർക്ക് ഒരു പക്ഷേ MBBS അല്ലെങ്കിൽ BDS കിട്ടിയാൽ അവർ ഒഴിഞ്ഞു പോകുമ്പോൾ അല്ലെങ്കിൽ നിർബന്ധമായിട്ടും അവരുടെ ഫേസ് 2 സീറ്റുകൾ റദ്ദാക്കപ്പെടുമ്പോൾ എത്ര സീറ്റുകളാണ് നമുക്ക് എൻജിനീയറിംഗ് ജെന്വിനായിട്ടുള്ള കുട്ടികൾക്ക് അതിലേക്ക് കയറി വരാനുള്ള സാധ്യത എന്നതിനെക്കുറിച്ചായിരുന്നു ഒരുപാട് ആകാംക്ഷയോടുകൂടെ കുട്ടികൾ കാത്തിരുന്നത്. ഞാൻ ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ചെറിയ അനാലിസിസ് ഇന്ന് രാവിലെ തന്നെ നടത്താനായിട്ട് ശ്രമിച്ചു. ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ 3445 കുട്ടികളാണ് മെഡിക്കൽ റാങ്ക് ലിസ്റ്റ്, കേരളത്തിൻ്റെ മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് വരികയും എൻജിനീയറിംഗ് ഫേസ് 2വിൽ അവർക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടുകയും ചെയ്ത കുട്ടികളുടെ എണ്ണമാണ് 3445. മെഡിക്കൽ അലോട്ട്മെൻറ്റ് ഫേസ് 1 റിലീസാകുമ്പോൾ CEEയുടെ നോട്ടിഫിക്കേഷൻ പ്രകാരം ഇവരിൽ ആർക്കെങ്കിലും ഒരു മെഡിക്കൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ അത്രയും സീറ്റ്സ് എൻജിനീയറിംഗ് ഫേസ് 2വിൽ നിന്ന് അവർക്ക് ലഭിച്ചിരുന്ന സീറ്റ് റദ്ദാക്കപ്പെടുമ്പോൾ 164 കുട്ടികൾക്കാണ് ഇത്തരത്തിൽ മെഡിക്കൽ ഫേസ് 1ൽ MBBSോ BDSോ കിട്ടിയിരിക്കുന്നതും അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് ഫേസ് 2 എൻജിനീയറിങ്ങിൻ്റെ സീറ്റ് ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നതും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 164 വളരെ ചെറിയ നമ്പറായിട്ട് എനിക്ക് തോന്നി. സോ ഐ എം എ ബിറ്റ് സർപ്രൈസ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിലിപ്പോൾ 164 കഴിച്ചു കഴിഞ്ഞാൽ ഈ 3281 ഒന്നാമത്തെ കാറ്റഗറി ശരിക്കും ഒരു ജെന്വിൻ എൻജിനീയറിംഗ് ആസ്പിരൻസ് ആയിരിക്കാം. അവർ നീറ്റും കൂടെ ചുമ്മാ എഴുതിയെന്ന് മാത്രം. അവരെല്ലാവരും ഒരു കാരണവശാലും എൻജിനീയറിംഗിൽ നിന്ന് പോകില്ല. കുറച്ച് ശതമാനം കുട്ടികൾ സ്റ്റിൽ ദേ ആർ ട്രൈങ് ടു കണ്ടിന്യൂ ഇൻ എൻജിനീയറിംഗ് ലിസ്റ്റ് ബിക്കോസ് ദേ ആർ ഹോപ്പ്ഫുൾ ഓഫ് അപ്കമിങ് മെഡിക്കൽ ഫേസസ്. ഇപ്പോൾ ഫേസ് 2വിലോ 3ലോ അവർക്ക് BDSും MBBSും കിട്ടുമായിരിക്കാം. റിസ്ക് എടുക്കേണ്ട, തൽക്കാലം എൻജിനീയറിംഗ് വിടണ്ട എന്ന് വെച്ചിട്ട് അവർ കുറച്ച് പേരൊക്കെ ഈ കോളേജുകളിൽ പോയി അഡ്മിഷൻ നേടിയവരായിരിക്കാം. ഇനി വേറൊരു കാറ്റഗറി എന്ന് പറയുന്നത് ഇവർ റിപ്പീറ്റ് ചെയ്യാനായിട്ട് 100% അവരുടെ മനസ്സിനെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. അത് ഫേസ് 1 കഴിഞ്ഞ് ഫേസ് 2 റിലീസ് ചെയ്തപ്പോൾ അവർ തീരുമാനിച്ചു. പക്ഷേ അവർ കോളേജുകളിൽ അഡ്മിഷൻ എടുത്ത് വലിയൊരു തുക അടച്ച് ചേരാൻ പറഞ്ഞപ്പോൾ അവരൊരു പക്ഷേ ഒരുപാട് പേര് ചേരാണ്ടിരുന്നുണ്ടാവും. അപ്പോൾ അവരും ഈ കാറ്റഗറിയിൽ വിടും. അപ്പോൾ അവർക്ക് മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് ഉണ്ട്. അവർ ഇപ്പോൾ നീറ്റോ അല്ലെങ്കിൽ എൻജിനീയറിങ്ങോ അടുത്ത വർഷം റിപ്പീറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചതുകൊണ്ട് ഫേസ് 2വിൻ്റെ അഡ്മിഷൻസ് കോളേജുകളിൽ പോയി എടുത്തിട്ടില്ല. അപ്പോൾ അവരും ഈ പറഞ്ഞ പോലെ മെഡിക്കൽ റാങ്കിൽ മുമ്പുണ്ടായിരുന്നു, എൻജിനീയറിങ്ങിൻ്റെ ഫേസ് 2വിലുണ്ടായിരുന്നു. പക്ഷേ അഡ്മിഷൻ പോയി എടുക്കാത്ത കാരണം കൊണ്ട് ഫേസ് 3ൽ അവരുണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ബോർഡർ ലൈൻ കേസുകൾ ഇപ്പോഴും അവർ തത്തിക്കളിക്കുകയാണ്, വേണോ വേണ്ടയോ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ അവർ ഇപ്പോഴും എൻജിനീയറിംഗ് സീറ്റ് ഹോൾഡ് ചെയ്ത് വയ്ക്കും. ഇപ്പോൾ ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷുവർ ഷോട്ടായിട്ട് ഈ 164 സീറ്റുകളാണ് ഷുവർ ഷോട്ടായിട്ട് മാറിപ്പോകുന്നതും ഫേസ് 3 എൻജിനീയറിംഗ് കുട്ടികൾക്ക് അവൈലബിൾ ഉള്ളതും. ഈ 3281 ബാലൻസ് വരുന്നതിൽ ഏകദേശം ഞാൻ പറഞ്ഞില്ലേ ഒരു ഇപ്പോൾ 30% എന്ന് കൂട്ടിക്കോ, ഒരു 1000 സീറ്റ് അത്തരത്തിൽ ഭാവിയിൽ ഫേസ് 3ൽ എൻജിനീയറിംഗിന് ഫ്രീ അപ്പ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അതിൽ ഒരു പക്ഷേ 10,000 10K റാങ്ക് റേഞ്ചിൽ ടോപ്പിൽ വരുന്ന ഒരു 600 സീറ്റായിരിക്കും നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 164 അതിൽ 74 പേരാണ് ഇപ്പോൾ ഈ ടേബിളിൽ നോക്കി കഴിഞ്ഞാൽ 74 പേരാണ് കേരളത്തിൻ്റെ എൻജിനീയറിംഗ് 10,000 റാങ്കിൽ ടോപ്പിൽ വന്നിരിക്കുന്നത്. ആ 74 പേരും പിന്നെ ഈ പറഞ്ഞ 30% ഒരു ഏകദേശം ഒരു ടോപ്പ് 10Kയിൽ വരുന്ന ഒരു 600 സീറ്റാണ്. അപ്പോൾ ഈ 0.1ഉം 0.2ഉം കൂടി നമ്മൾ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ, അത് കൂട്ടി ചേർത്ത് കഴിഞ്ഞാൽ പക്ഷേ ഒരു 650 കുട്ടികൾ ആദ്യത്തെ 10,000ൽ ഫേസ് 3ലേക്ക് സീറ്റുകൾ ഒഴിഞ്ഞ് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി ഈ 3445 മാത്രമല്ല, മറ്റൊരു കാറ്റഗറിയും ഈ ഔട്ട്സൈഡ് എൻജിനീയറിംഗ് ലിസ്റ്റിൽ മാത്രമുള്ള കുട്ടികളുണ്ട്. അവരൊക്കെ ഈ പറഞ്ഞ പോലെ ഈ 2C 2D കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്. അതായത് ഒരുപക്ഷെ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു, ഫേസ് 2 കോളേജിൽ പോയി അഡ്മിഷൻ എടുത്തില്ല, അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാനായിട്ട് ഇനിയും ചാഞ്ചാടി കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരൊക്കെ ഈ ഔട്ട്സൈഡ് മെഡിക്കൽ ലിസ്റ്റും കാണും. അപ്പോൾ അതും ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു 600 കുട്ടികളെ ടോപ്പ് 10K റാങ്ക് റേഞ്ചിൽ വന്നിരിക്കുക. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഏകദേശം ഒരു 1000 to 1200 സീറ്റ് ഇപ്പോഴും ഫേസ് 3യിലേക്ക് വരുമ്പോൾ നമുക്ക്
അത്രയും ഒരു കുട്ടികളുടെ ലെസ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുന്നത് കൊണ്ട് അത്രയും പിറകിൽ വരുന്ന കുട്ടികൾ ഹയർ ഓപ്ഷൻസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. സംഭവം നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ ഈ 164 സീറ്റ് ആയിരുന്നില്ല, നമ്മൾ കുറച്ച് കൂടുതൽ പ്രതീക്ഷിച്ചു. പക്ഷേ എങ്ങനെയൊക്കെ കണക്കൂട്ടി നോക്കിയാലും കറങ്ങിത്തിരിഞ്ഞ് വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞ ആ ഒരു റേഞ്ചിലേക്ക് തന്നെയായിരിക്കും ഒരു പക്ഷേ പോവുക. ഞാനിപ്പോൾ ഈ പറഞ്ഞ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഈ പിക്ചർ ഉണ്ടല്ലോ, അതിൽ ഞാൻ ഈ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഓഗസ്റ്റ് 29 മെഡിക്കൽ ഫേസ് 1 ഫൈനൽ വരും. അത് കഴിഞ്ഞിട്ട് നമുക്കറിയില്ല ഫേസ് 3. ഇപ്പോൾ അവർ പറയുന്നത് 30-ാം തീയതി വരെ സമയമുണ്ട് എന്നാണ്. അപ്പോൾ അത് ഒരു പക്ഷേ സെപ്റ്റംബർ 1 അതിന് ശേഷമോ ആയിരിക്കാം ഫേസ് 3യുടെ ഫൈനൽ ലിസ്റ്റ് വരാൻ പോകുന്നത് എഞ്ചിനീയറിങ്ങിൻ്റെ. അപ്പോൾ നമ്മൾ വിചാരിച്ച അല്ലെങ്കിൽ ഇത്രയും പാർട്ടിസിപ്പേഷൻ 1 മുതൽ 10,000 റാങ്ക് വരെയുള്ള എഞ്ചിനീയറിംഗ് റാങ്ക് റേഞ്ചിൽ ഒരു 4,000 കുട്ടികളുടെ പാർട്ടിസിപ്പേഷനാണ്. ഇത് ലാസ്റ്റ് റാങ്ക് അല്ല കേട്ടോ, ഇത് പാർട്ടിസിപ്പൻസ് ഇൻ ദാറ്റ് റാങ്ക് റേഞ്ച് എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ആസ് ഓഫ് ഫേസ് 2ൽ 5223 നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. 4000-ലേക്ക് പോകും എന്നൊരു കണക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കാരണങ്ങളൊക്കെ നമ്മൾ പഴയ വീഡിയോയിലും ഇപ്പോൾ കഴിഞ്ഞ ഈ സ്ലൈഡിലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു. നമുക്ക് നോക്കാം. എനിവേ ഇതൊക്കെ ഒരു ചെറിയ, ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഒരു മൊമെൻ്ററി അല്ലെങ്കിൽ ഒരു കുറച്ച് ദിവസങ്ങളിലേക്കോ ആഴ്ചകളിലേക്കോ ഉള്ളൊരു പ്രഡിക്ഷൻ്റെ ഒരു വാല്യൂഡ് മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. സമ്മറി പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഫേസ് 3 എത്തുമ്പോൾ എക്സാക്ട്ലി കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്കിലേക്ക് ഒരിക്കലും വരില്ല, പക്ഷെ കുറച്ച് അടുത്തേക്ക് വരും. പക്ഷേ ഈ പറഞ്ഞ പോലെ സ്പോട്ടുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കറങ്ങി തിരിഞ്ഞ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ തവണത്തെ ലാസ്റ്റ് റാങ്കിലേക്ക് തന്നെ പോകാനാണ് സാധ്യത ഇപ്പോഴും നമ്മൾ കാണുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക് യു സോ മച്ച്.